ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ അയ്യപ്പ സംഗമത്തിനൊക്കെ ശേഷം അയ്യപ്പ സംഗമം എന്തിനു നടത്തുന്നു, എന്താവശ്യമാണ് അതുകൊണ്ട് ജനങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവകാശങ്ങളോ ഗുണങ്ങളോ ലഭിക്കേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് 8.22 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്നും അയ്യപ്പ സംഗമത്തിന്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ യാതൊരു കാരണവശാലും ഒരു തുകയും ചിലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തില്ല എന്ന് കേരള സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ അഭിടമിച്ചു കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത്. അതായത് സത്യവാങ്മൂലം, കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷവും ഈ ബോർഡിൽ നിന്നും 8.22 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, സർക്കാർ അവിടെ ചെയ്യുന്നത് കോർട്ടലക്ഷ്യമാണ്. സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം യാതൊരു കാരണവശാലും ആ സത്യത്തെ ലംഘിച്ചുകൊണ്ട്, സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ സർക്കാരുകളൊക്കെ തന്നെ സത്യലംഘനം നടത്തുന്നവരാണെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാന്നുള്ളതാണ്. അത് ഒരു പുതു കാഴ്ചയൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഡയറ്റിയെ, അതും അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ലക്ഷോപലക്ഷം വ്യക്തികൾ, അത് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഭക്തിയോടുകൂടിയും ആരാധനയോടുകൂടിയും കാണുന്ന ഒരു ഡയറ്റിയെ, അതിനെ എന്തിനാണ് നിങ്ങൾ കുറച്ച് വർഷങ്ങളായി നിങ്ങൾ വേട്ടയാടുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളിയുടെ മോക്ഷണ കഥയൊക്കെ ഈ ഇടക്കാലങ്ങളിൽ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2018 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും എന്ന് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഇതേ സർക്കാർ തന്നെ ശരണം വിളിച്ചവരെ കയ്യും കാലും കെട്ടിയിട്ടടിച്ച ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇത് കണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇതിനെക്കുറിച്ച് ദുഃഖിച്ചവരാണ്. അതായത് മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ളവർ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ദുഃഖത്തോടു കൂടി കണ്ടത് ഒരു കാഴ്ച നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ദേവസ്വം കമ്മീഷണർ 8.22 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാരിന് ഉത്തരവിറക്കിയ ആ ഒരു ഉത്തരവിന്റെ കോപ്പിയാണ് നിങ്ങളെ കാണുന്നത്. ഉത്തരവിന്റെ കോപ്പിയാണ് ഇത്. എത്ര ജനങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഇതിനെ കുറിച്ച് വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാര് അവരവരുടേതായ സ്വകാര്യതയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് മാത്രം ക്യാമറ ചലിപ്പിക്കുന്ന എത്ര വ്യക്തികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വസ്തുത ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പ്രധാനമായും തയ്യാറായതിന്റെ മറ്റൊരു കാരണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ സ്വർണ്ണപ്പാളി സംബന്ധമായിട്ടുള്ള വിഷയം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് ഇന്നലത്തെ ദിവസം ദേവസ്വം വിജിലൻസ് പറഞ്ഞു അത് ഒരു കാരണവശാലും സ്വർണ്ണമല്ല, തിരിച്ചെത്തിയത് ചെമ്പിന്റെ മുതൽ, സ്വർണം പൂശിയ ചെമ്പിന്റെ മുതൽ തന്നെയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെ പ്രാധാന്യത്തോടു കൂടി നിയന്ത്രിക്കുന്ന ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ, ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വസ്തുത നടന്നതിന് ശേഷം എന്തുകൊണ്ട് കേരള സർക്കാർ ഇതിനു വേണ്ടിയിട്ട് തീക്ഷ്ണമായ, ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കാൻ തയ്യാറായില്ല? അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഉടനെ പറയുന്ന മറുപടി എന്താണ്? അതിനു വേണ്ടിയിട്ടാണല്ലോ ദേവസ്വം വിജിലൻസ് എന്ന് പറയും. അല്ലല്ലോ, നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളായിരുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ കമ്മീഷൻ പാർട്ടിക്കകത്തേന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുമായിരുന്നല്ലോ. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ നിങ്ങൾ നയിക്കുമായിരുന്നല്ലോ. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭക്തരാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അയ്യപ്പന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയ്യപ്പന്റെ ഒരു മുതല് ഇല്ലാതായി പോയപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിക്കകത്തൊരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചില്ല? ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് സർക്കാർ വിശ്വസിക്കുന്ന, സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിൻബലമില്ലാത്ത ജില്ലയൊന്നും അല്ലല്ലോ. അവിടെ നിങ്ങൾ എന്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല? ഈ വസ്തുതയെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ 2018 മുതൽ ഈ കാലയളവ് വരെ ശബരിമല ക്ഷേത്രത്തിലെ ഓരോ വസ്തുതകളും ഇനിയും ഇഴകിക്കേറി പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ കോടി രൂപയുടെ കള്ളത്തരങ്ങൾ അതിൻ്റെ അകത്തുള്ളതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജനങ്ങൾ, വിശ്വാസികൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു കോപ്പി കണ്ടെത്തി തന്നെ നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള
ഈ ഒരു ഓർഡർ മാത്രമായിട്ട് സ്ക്രീനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് വായിച്ചു നോക്കുന്ന ഏതൊരു അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാകും, ഇവിടത്തെ ഭക്തനെ വിറ്റ് ഇവിടത്തെ സാധാരണക്കാരന്റെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവന്റെ ജീവിതചര്യകളിലേക്ക് കളിമണ്ണിട്ട് ഇത് ചോറാണ്, ഉരുട്ടിവെച്ച ചോറാണെന്ന് പറഞ്ഞ് നാണം കെട്ട രാഷ്ട്രീയ കളികൾ കളിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മണ്ഡലകാല അവസരങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനായും ജീവനായും ജീവാത്മാവായും പരമാത്മാവായും സത്യമായും സത്യപ്പൊരുളായും ഒക്കെ ശരണം വിളികളോടുകൂടി മറ്റുള്ളവർ ആരാധനയോടുകൂടി കാണുന്ന, മറ്റുള്ളവർ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാരെ, കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ടം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് സഖ്യന്റെ ഇടയിൽ വരെ ഊർന്നു കിടക്കുന്ന ഒരു ചൈതന്യത്തെ ഇത്ര ഉളുപ്പില്ലാത്ത രീതിയിൽ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേര് വെച്ച് അതിനെ വിറ്റുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ട, തെരുവിലിറങ്ങി ചോദിക്കേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. സ്വർണ്ണപ്പാളി മാത്രമൊന്നും ആയിരിക്കില്ല, ഇനിയും അന്വേഷണങ്ങൾ വരണം. ഇനിയും അന്വേഷണങ്ങൾ വന്ന് ഇതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നടപ്പാക്കണം. ഈ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും മിച്ചത്തുക എന്ന് പറയും. അതായത് ഒരു വസ്തുതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തുക, ആ തുക തീർച്ചയായിട്ടും പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ നിയമപ്രകാരം ആ ക്ഷേത്രത്തിന്റെ അതിനോടുള്ള പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടോ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടോ മാത്രമാണ് നടത്തേണ്ടത്. എന്നാൽ 4.11 എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര മനുഷ്യരുടെ, എത്ര ഭക്തന്മാരുടെ നിറകണ്ണുകളോട് കൂടിയുള്ള പ്രാർത്ഥനയുടെ വെള്ളിത്തുട്ടുകളായിരിക്കും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ എമൗണ്ട് ലേബർ ബാങ്കിലേക്ക് ഇവർ നിക്ഷേപിച്ചിരിക്കുക. അതിന്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വസ്തുതയുമായി ബന്ധപ്പെട്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സാധാരണ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയും. പറ്റാത്തത് കൊണ്ടാണോ? സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണോ? ദേവസ്വം ബോർഡിന് പറ്റാത്തത് കൊണ്ടാണോ? ഒരിക്കലും അല്ലല്ലോ. നിങ്ങൾ അങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പണിയും. സാധാരണ അവിടെ വരുന്ന വ്യക്തികൾക്ക് ഡോമട്രികൾ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, ശബരിമലയിലെ ഇപ്പോഴുള്ള ഡോമട്രികളുടെയൊക്കെ വികസനം എന്താണ്, അവിടെ എന്ത് തരത്തിലുള്ള കള്ളത്തരങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കോടാനുകോടി, ആഴിയിൽ വീഴുന്ന കോടാനുകോടി നമ്മുടെ തേങ്ങാമുറികളുടെ കോൺട്രാക്റ്റുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇന്ന് വരെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കിലോ കണക്കിന് നെയ്യ് ഇതൊക്കെ എങ്ങോട്ടാണ് കയറ്റുമതി ചെയ്യുന്നത്? ഇവിടുത്തെ സാധാരണക്കാരന് ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശബരിമല ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ കേരള സർക്കാരിനും ഉണ്ട്. ഇത് ജനങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. സർക്കാർ, ഏത് സർക്കാരും ആയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിച്ചാലും വിശ്വാസങ്ങളിലേക്ക് കൈകടത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇനി വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ കൈ കടത്തിക്കൂ, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാകില്ല, അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാകരുത്. ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നല്ല രീതിയിലുള്ള പ്രതികരണം ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നടത്തണം. സ്വർണ്ണപ്പാളിയിൽ തുടങ്ങി വേണമെങ്കിൽ ശബരിമല ശാസ്താവിന്റെ പഞ്ചലോക വിഗ്രഹം വരെ അടിച്ചുകൊണ്ട് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടായിരിക്കും. അതിന് തടയിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക എന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ന്യൂസ് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.